കോഴിക്കോട് നിപ ബാധിതന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. 3 പേരുടെ പരിശോധനാ ഫലം ഇന്നറിയാം. കേന്ദ്ര സംഘം ഇന്നെത്തും. നിപയുടെ ഉറവിടം കണ്ടെത്തുക ലക്ഷ്യം. സംസ്ഥാനത്ത് ഷിഗല്ല പനി ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. ഇന്നലെ മാത്രം പനിക്കായി ചികിത്സ തേടിയത് 12,000-ലധികം പേർ. ഫിഫ ലോകകപ്പിൽ ബോസ്നിയയ്ക്കെതിരെ സമനില പിടിച്ച് കാനഡ. അവസാന മിനിറ്റിൽ കാനഡയ്ക്കായി ഗോൾ നേടിയത് പകരക്കാരനായി ഇറങ്ങിയ കൈൽ ലാറിൻ. US പരഗ്വേ മത്സരം തുടരുന്നു. ഇന്ത്യ അഫ്ഗാൻ ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വധഭീഷണി. കേസെടുത്ത് കന്റോൺമെന്റ് പോലീസ്. ഭീഷണി സന്ദേശം എത്തിയത് പോലീസ് കൺട്രോൾ റൂമിലേക്ക്. സൈബർ സെൽ അന്വേഷണം തുടങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകനെ ഗവൺമെന്റ് പ്ലീഡറാക്കിയതിൽ പുനഃപരിശോധിക്കണമെന്ന് ദേവസ്വം മന്ത്രി. ഉചിതമായ തീരുമാനം മുഖ്യമന്ത്രി എടുക്കുമെന്ന് കെ മുരളീധരൻ. വിവരങ്ങൾ ചോരുമെന്നും കേസ് നടത്തിപ്പിനെ ബാധിക്കുമെന്നും SIT. കാലവർഷത്തിന്റെ ശക്തി കുറയുന്നു. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. അടുത്തയാഴ്ച മഴ കനത്തേക്കുമെന്ന് മുന്നറിയിപ്പ്. കടലിൽ പോകുന്നതിനുള്ള വിലക്ക് തുടരുന്നു. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും.